ചാമ്പ്യൻസ് ട്രോഫിയിൽ വീണ്ടും ഒരു തീവാറും പോരാട്ടമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. അത് എല്ലാ കാലത്തും ക്രിക്കറ്റ് പ്രേമികളുടെ ഒരു ആകാംക്ഷയും ഉള്ള ഒരു മത്സരമാണ്. നാളെ ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെ നിലനിൽപ്പിൻ്റെ മത്സരമാണ്. പക്ഷേ ഇന്ത്യക്ക് അത്രയ്ക്ക് ഒരു സമ്മർദ്ദമൊന്നും ഇല്ലാതെ ഇന്ത്യക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര സമ്മർദ്ദമുള്ള മത്സരമാണ്. പക്ഷേ ഈ മത്സരത്തിൽ പാകിസ്ഥാന് ജയത്തെക്കുറിച്ച് മറ്റൊന്നും ചിന്തിക്കാനാവില്ല. പക്ഷേ ഇന്ത്യക്ക് നാളത്തെ മത്സരം പ്രാധാന്യമുണ്ടെന്ന് വെച്ചാൽ പ്രാധാന്യമുണ്ട്. പക്ഷേ ഇന്ത്യ ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും കളിക്കുന്നത്. പക്ഷേ പാകിസ്ഥാന് മറുവശത്ത് നിലനിൽപ്പിൻ്റെ മത്സരം കൂടിയാണ്. പാകിസ്ഥാനാണോ ഇന്ത്യക്കാണോ നാളത്തെ മത്സരത്തിൽ സാധ്യത പറയുമ്പോൾ? നിലവിലെ സാധ്യതകൾ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം നിലവിലെ ഫോം ഈ ചാമ്പ്യൻസ് ട്രോഫിയിലെ രണ്ട് ടീമിൻ്റെയും ഓരോ മത്സരം കഴിഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്കാണ് സാധ്യത എന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷേ പാകിസ്ഥാൻ അനുകൂലമായ നിരവധി ഘടകങ്ങൾ ദുബായിലെ പിച്ചിലുണ്ട്. അത് നമ്മൾ കാണാതിരിക്കാൻ കൂടാ. ഒന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ തന്നെ അവർക്ക് ജീവൻ മരണ പോരാട്ടമാണ്. പക്ഷേ ഇന്ത്യ പാക് പോരാട്ടം എന്ന് പറയുന്നത് തന്നെ ജീവൻ മരണ പോരാട്ടമാണ്. കളത്തിനകത്തായാലും കളത്തിന് പുറത്തായാലും ഇപ്പോൾ ഈ ടൂർണമെൻറ്റ് ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കാൻ പോകാത്ത രാഷ്ട്രീയപരമായും പുറമെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടല്ലോ. അപ്പം രണ്ടും ഒരു അഭിമാന പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. അതിൽ ഈ പറഞ്ഞ സാമ്പത്തികം വെച്ച് നോക്കുമ്പോൾ നമുക്ക് നിലവിലെ ഫോം നോക്കുമ്പോൾ ന്യൂസിലാൻഡിനെ പാകിസ്ഥാൻ തോറ്റ രീതി, ഇന്ത്യ ബംഗ്ലാദേശിനെ തോൽപ്പിച്ച രീതി, ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്കാണ് ആധിപത്യം, ഇന്ത്യക്കാണ് മാനസികമായിട്ടുള്ള ആധിപത്യം ഉള്ളത്. പാകിസ്ഥാൻ ആ സമ്മർദ്ദമുണ്ട്. ഈ നാളത്തെ മത്സരം കൂടെ തോറ്റാൽ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തു പോകും. പിന്നെ ന്യൂസിലാൻഡിനെതിരെ മംഗ്ലാദേശിൻ്റെ മത്സരത്തിൽ ജയിച്ചിട്ട് നെറ്റ് റൺ റേറ്റ് നോക്കിയിട്ട് കാത്തിരിക്കേണ്ട അവസ്ഥയായിരുന്നത്. അപ്പം അതിൽ വലിയ പ്രതീക്ഷ അതിനുവേണ്ടി നിൽക്കാൻ വേണ്ടി പാകിസ്ഥാന് കഴിയില്ല. ഇന്ത്യയെ തോൽപ്പിക്കുക എന്നുള്ള ഒറ്റ വഴി മാത്രമേ അവർക്ക് മുന്നിലുള്ളൂ. ഈ പറഞ്ഞ ഘടകം എന്ന് വെച്ചിട്ടുമ്പോൾ നമുക്ക് പറയുമ്പം ദുബായിലെ മത്സരങ്ങൾ അത് പാകിസ്ഥാന് ഏറ്റവും കൂടുതൽ അനുകൂലമായി മാറുന്നത് പാകിസ്ഥാൻ്റെ ഹോം ഗ്രൗണ്ടായിട്ട് നമുക്ക് ദുബായിനെ കണക്കാക്കാൻ പറ്റും. കാരണം അന്താരാഷ്ട്ര മത്സരങ്ങൾ പാകിസ്ഥാനിൽ വിലക്കിയ സമയത്ത് അവർ ഹോം ഗ്രൗണ്ടായി തിരഞ്ഞെടുത്തത് ദുബായ് ആയിരുന്നു. അവിടെ കളിച്ച് ഏറ്റവും കൂടുതൽ പരിചയമുള്ളൊരു ടീം പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാനോട് ഇന്ത്യയെ നേരിടാൻ വരുമ്പം അവർക്ക് സ്വന്തം മണ്ണിൽ തന്നെ കളിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് മറികടക്കാവുന്നൊരു ഘടകം കൂടി ഇന്ത്യയുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ പ്രധാനമായിട്ട് പാകിസ്ഥാനും ന്യൂസിലാൻഡുമായിട്ടുള്ള മത്സരവും ദക്ഷിണാഫ്രിക്കയും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള മത്സരം. ഇതിനകത്ത് രണ്ട് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം 300 മുകളിൽ സ്കോർ ചെയ്തു. ന്യൂസിലാൻഡ് സ്കോർ ചെയ്തു, ദക്ഷിണാഫ്രിക്ക സ്കോർ ചെയ്തു. ഇന്ത്യ പാകിസ്ഥാനോട് മത്സരത്തിലോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം ടോസ് കിട്ടുന്നവർ ഡൈനാറ്റ് മത്സരം ആകുമ്പോഴത്തേക്കും ടോസ് കിട്ടുന്നവർ ബാറ്റിംഗ് തിരഞ്ഞെടുക്കും. അപ്പോൾ ആദ്യം ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു വലിയ സ്കോറിന് വേണ്ടിയായിരിക്കും ഇന്ത്യ കളിക്കുക, 300 മുകളിലുള്ള സ്കോർ. അല്ല, അത് പറയുമ്പോൾ നമുക്ക് ദുബായ് ഇത് മറ്റു രണ്ട് മത്സരങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാനിൽ നടക്കുന്ന മത്സരങ്ങളാണ്. അവിടെ 300 മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദുബായിലെ പിച്ചിൽ ആകെ ചരിത്രത്തിൽ തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ 2 തവണ അത്രയും 300 കൂടുതൽ സ്കോർ പോയിട്ടുള്ളൂ. അതൊരു മത്സരം തന്നെയാണ് രണ്ട് ടീമും 300 അടിച്ചത്. അപ്പം ഒരു 250 ആവറേജ് വരുന്നത്. 250 തന്നെ ആവറേജ് ഒരു പൊരുതാവുന്ന സ്കോറാണ് ദുബായിലെ പിച്ചിൽ വരുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ സ്കോർ പിറന്നാൽ അത് ടീമിന് വിജയം ഉറപ്പാണ്. ആദ്യമായിട്ട് ഇതിന് 300 മുകളിൽ അടിക്കാൻ പറ്റിയാൽ അവിടെ സെക്യൂറാണ്. ഒരു 228, 248 ആ ഒരു റേഞ്ചിലാണ് അവിടെ ഒരു ശരാശരി സ്കോർ വരുന്ന പിച്ചാണ് ദുബായിലത്. അപ്പോൾ ആ ഒരു ഘടകം നമ്മൾ കാണുന്നുണ്ട്. ദുബായിലെ മത്സരങ്ങൾ പാകിസ്ഥാൻ മത്സരങ്ങൾ രണ്ടായി തന്നെ കാണുന്നുണ്ട് ഈ ഒരു ഘടകം വെച്ച് നോക്കുമ്പോൾ. അപ്പം ഒരു 250 റേഞ്ചിൽ തന്നെ ആദ്യം മര്യാദ ടീമിന് എടുക്കാൻ പറ്റി തന്നെ ഇത് നമ്മൾ ബംഗ്ലാദേശിൻ്റെ കണ്ടാണല്ലോ. മധ്യനിരയിൽ അവർ ആദ്യം തകർന്നെടുക്കുന്നു, മധ്യനിരയിൽ തകർത്തടിച്ച് വന്നിട്ടും വീണ്ടും കളിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയും ഒന്ന് പതറിയിരുന്നു 4 വിക്കറ്റ് വീണിട്ട്. അവിടെ നിന്ന് രാഹുലും ഗില്ലും കൂടി വീണ്ടും പിടിച്ച് കയറ്റിയാണ്. അപ്പം അതും കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ സ്കോർ രണ്ട് ടീമിനും നല്ല ബാറ്റ്സ്മാൻമാരുണ്ട്. ഫോമിലുണ്ടോ എന്ന് ചോദ്യം മാത്രം ബാക്കിയാണ്. ഇപ്പം പാകിസ്ഥാൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇന്ത്യൻ ടീമിന് വിരാട് കോഹ്ലിയുടെ ഒരു ഫോം ഔട്ട് എന്ന് പറയാൻ വേണ്ടി പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഒരു പ്രതാപത്തിലേക്ക് എത്താത്ത കോഹ്ലി അത് മാത്രമേ ഒരു തലവേദനയായിട്ടുള്ളൂ. ബാക്കി നോക്കുമ്പോൾ ഓപ്പണർമാരൊക്കെ സെറ്റാണ്. പാകിസ്ഥാൻ നിരകളുടെ ഒരു പാകിസ്ഥാനും ബാറ്റിങ്ങിൽ ഇപ്പം ഇന്ത്യൻ ടീമിൽ കോഹ്ലി നിരാശയാണ് സമ്മാനിക്കുന്നതെങ്കിൽ ഇവിടെ ബാബർ അസമിനെ കുറിച്ച് ഒരു ബാറ്റിങ്ങിൽ മോശം പ്രകടനം എന്നൊരു പഴി കേൾക്കുന്നുണ്ട്. കുറച്ച് കാലമായിട്ടുണ്ട്. പക്ഷേ ഒരു സമ്മർദ്ദം ഇല്ലാതെയാണ് ഈ തവണ പാകിസ്ഥാന് ഈ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വന്നത്. കാരണം ഓസ്ട്രേലിയ ഇപ്പോൾ 22 വർഷത്തിന് ശേഷം വിജയിക്കുന്നു. ദക്ഷിണാഫ്രിക്കയെ പരമ്പര സ്വന്തമാക്കുന്നു. അതിനുശേഷമാണ് സ്വന്തം നാട്ടിൽ ചാമ്പ്യൻസ് ട്രോഫി കളിക്കുന്നത്. അതിൽ പക്ഷേ ആദ്യ മത്സരത്തിൽ തന്നെ അവർ ന്യൂസിലാൻഡിനോട് ഒരു തോൽവിയായിട്ട് മാത്രം നമ്മൾ കാണുന്നുണ്ട്. പാകിസ്ഥാൻ ഒരു മത്സരം തോറ്റതേ ഉള്ളൂ. പക്ഷേ അത് വെച്ച് നമ്മൾ എഴുതി തള്ളാൻ വേണ്ടി പറ്റില്ല. പാകിസ്ഥാൻ ഒരിക്കലും എഴുതി തള്ളാൻ പറ്റില്ല. പാകിസ്ഥാന്റെ ജയങ്ങളെല്ലാം അങ്ങനെയാണ്. ചെറിയ ടീമായിട്ട് നോക്കും, വലിയ ടീമിനെ തോൽപ്പിക്കും. അതാണ് പാകിസ്ഥാന്റെ ചരിത്രങ്ങൾ. പക്ഷേ ചാമ്പ്യൻസ് ട്രോഫിയിലോട്ട് വരുമ്പോഴത്തേക്കും അവർ നാട്ടിൽ നടക്കുന്ന മത്സരമാണ് എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും പ്രശ്നം. ഇന്ത്യക്കെതിരെയുള്ള മത്സരം എന്ന് പറയുമ്പോൾ അവിടെ അതിനകത്ത് രാഷ്ട്രീയം കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് ജയത്തെ കുറഞ്ഞൊന്നും അവർക്ക് ചിന്തിക്കാനേ വയ്യ. അപ്പോഴത്തേക്കും ബാറ്റിംഗ് നിരയിലോട്ട് വരുമ്പോൾ അവർക്ക് ഏറ്റവും അലട്ടുന്ന പ്രശ്നം അവരുടെ ആദ്യത്തെ ഒരു 4 ബാറ്റ്സ്മാനാണ്. അതിൻ്റെ അകത്ത് ഫഖർ സൽമാൻ അടക്കമുള്ള സൽമാൻ ഞങ്ങളെ കളിക്കില്ല, പരിക്കേറ്റ് പുറത്താണ്. പിന്നെയുള്ളതെന്ന് പറയുമ്പോൾ റിസ്വാനാണ്. റിസ്വാൻ മികച്ച ബാറ്റ്സ്മാനാണ്. ഇപ്പോഴത്തെ അവർ ക്യാപ്റ്റനാണ്. പിന്നെ ബാബർ അസദിന്റെ ബാറ്റിംഗ് ആണ് രാശി. ബാബർ അസദിനെ നമുക്ക് അദ്ദേഹത്തിന് കഴിവിന് പിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. പക്ഷേ നിലവിൽ ഇപ്പം വ്യക്തിത്വ പഠനത്തിന് വേണ്ടി മാത്രം കളിക്കുന്ന ഒരു താരമായിട്ട് മാറുന്നില്ല. വിമർശനം കേൾക്കുന്ന താരമാണ്.
ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചതും. അതുകൊണ്ടാണ് ഈ വിമർശനങ്ങൾ ഇത്രയധികം വരാനില്ല. അവരുടെ നിലയിൽ നല്ലൊരു ബാറ്റ്സ്മാൻ ഉണ്ട്, ആകാശ് സൽമാൻ നല്ലൊരു ബാറ്റ് ചെയ്ത വ്യക്തിയാണ്. പക്ഷെ കാരണം കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിനെതിരെ ന്യൂസിലാൻഡിനെതിരെ പരാജയപ്പെട്ട പോലും നന്നായ രീതിയിൽ ബാറ്റ് ബോളിംഗ് നിരയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല ബോളർമാരുണ്ട്. ഷാഹിൻ അഫ്രീദി ഉണ്ട്. അഫ്രീദി കഴിഞ്ഞ ദിവസത്തിൽ 10 ഓവർ 68 റണ്ണാണ് വാങ്ങിയത്. അവിടെ നമ്മൾ പറയുന്ന തീയുണ്ട, പാകിസ്ഥാനെ തീയുണ്ടെന്ന് പറയുന്നത് ആ തീയുണ്ടെ ന്യൂസിലാൻഡ് തല്ലി കെടുത്തിയാണ്. ഇനിയിപ്പം കോഹ്ലിയുടെ അടുത്തേക്ക് വരുമ്പോൾ എന്തൊരു അവസ്ഥ നമുക്കറിയില്ല. കോഹ്ലി ഫോമിലല്ല, പക്ഷേ ഗില്ലും രോഹിത്തും അഫ്രീദിനെ ഓപ്പണിംഗിൽ കൈകാര്യം ചെയ്യുന്ന രീതി അത് കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത് പേഴ്സണലി പറഞ്ഞാൽ. ഹാരിസ് റൌഫ് ഷാഹിൻ അഫ്രീദിയെക്കാളും തീർച്ചയായും അവർ പാകിസ്ഥാൻ്റെ ബോളേഴ്സല്ല. ഇപ്പം പാകിസ്ഥാൻ്റെ ഫാസ്റ്റ് ബോളേഴ്സിന് നമ്മൾ അത് പറയുമ്പം ഏറ്റവും കൂടുതൽ എടുത്തു കാണേണ്ട ഒരു ഘടകം ഇന്ത്യക്ക് ആധിപത്യം നൽകുന്നത് ഈ ദുബായിലെ പിച്ച് സ്പിന്ന് തുണക്കുന്ന പിച്ചാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഫാസ്റ്റ് ബോളേഴ്സാണ് കൂടുതലുള്ളത്. പാകിസ്ഥാൻ ബാറ്റ്സ്മാൻമാർ കളിക്കുന്നതും ഫാസ്റ്റ് ബോളേഴ്സിനെയാണ്. സ്പിന്നിനെ കളിക്കാൻ അത്ര വിദഗ്ധയുള്ള താരങ്ങളല്ല പാകിസ്ഥാനുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ സ്പിന്നിര അവരെ മറികടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനിടയിൽ കയറി പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ പറഞ്ഞതിൻ്റെ പക്ഷേ ഇന്ത്യൻ നിരയിലോട്ട് വരുമ്പോൾ സ്പിന്നർമാരുടെ ഒരു മേധാവിത്വം ഉണ്ട് ഇന്ത്യൻ നിരയിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാളത്തെ മത്സരത്തിൽ വരുൺ ചക്രവർത്തി കളിച്ചു കഴിഞ്ഞാൽ ടീമെ മൊത്തത്തിലൊരു ഇപ്പം ഗവാസ്കർ പറഞ്ഞു വെച്ച് നോക്കിയാൽ ആദ്യത്തെ മത്സരത്തിലെ 3 സ്പിന്നർമാർ അക്ഷർ പട്ടേലിനും ജഡേജയ്ക്കും കുൽദീപിനും പുറമെ വരുൺ ചക്രവർത്തിയോട് കളിപ്പിക്കണം എന്ന് പറയുന്നത്. അത് ഹർഷ് റാണിനായിരിക്കും പുറത്തിരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഷമി 5 വിക്കറ്റ് എടുത്തല്ലോ. അപ്പം 4 സ്പിന്നർമാരും ഹർദിക്ക് ഓൾറെഡി ഉണ്ടല്ലോ, ഓൾറൗണ്ടർ ഉണ്ട് ഫാസ്റ്റ് ബോളറായിട്ട്, ഷമിയും. അങ്ങനെ വന്നാൽ പിന്നെ പാകിസ്ഥാന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. പാകിസ്ഥാൻ ഇത്രയും ഒരു ഇന്ത്യയുടെ ഈ സ്പിന്നറേക്ക് നേരിടാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അത്ര സ്പിന്നെ കളിച്ച പരിചയമുള്ള ടീമല്ല. ഗാംഗുലിയും പറഞ്ഞിട്ടുണ്ട് ഈ 3 നമ്മളെ വരുൺ ചക്രവർത്തി കളിപ്പിക്കണം എന്നല്ല ഗാംഗുലി പറഞ്ഞിരിക്കുന്നത്. കുൽദീപും ജഡേജയും അക്ഷറും തന്നെ മതി. ഈ 3 സ്പിന്നർമാർ കളിച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ നാളെ മുട്ടിടിക്കും. പാകിസ്ഥാൻ വേർക്കുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവർക്ക് സ്പിന്നിനെ കളിച്ച് പരിചയമില്ല. പാകിസ്ഥാൻ ദുബായിലെ പിച്ച് സ്പിന്നിനെ നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്ന പിച്ചാണ്, സ്പിന്നിനെ നന്നായിട്ട് തുണക്കുന്ന പിച്ചാണ്. അവിടേക്ക് ഇന്ത്യൻ ടീമിൻ്റെ 4 താരങ്ങൾ ഇറങ്ങി ബോൾ ചെയ്യുമ്പോഴേക്ക് പാകിസ്ഥാന് വലിയ സ്കോർ സ്വപ്നം കാണാൻ വേണ്ടി പറ്റില്ല. ഈ പറഞ്ഞ അവസ്ഥയിൽ 250 220 കൂടുതൽ പാകിസ്ഥാൻ എടുക്കുമെന്ന് ഫസ്റ്റ് വരികയാണെങ്കിൽ തന്നെ 200 കടക്കുമെന്ന് തന്നെ കാലത്തിരുന്ന് കാണേണ്ടതുണ്ട്. പക്ഷേ ഇന്ത്യക്ക് നേരെ തിരിച്ചാണ്. ഇന്ത്യയുടെ ഇപ്പം പറഞ്ഞ ഈ അഫ്രീദിയും റൌഫും വരുന്ന ബാക്കിൻ്റെ ബോൾ നിരനെ ഇന്ത്യക്ക് പറ്റും. പക്ഷെ അവിടെ കോഹ്ലിക്ക് അവിടെ ഒരു ലെഗ് സ്പിന്നറിൻ്റെ വെല്ലുവിളിയുണ്ട്. കോഹ്ലി കഴിഞ്ഞ 6 മത്സരത്തിൽ 5ലും ലെഗ് സ്പിന്നർമാർക്ക് മുന്നിൽ വിക്കറ്റ് വലിച്ചെറിഞ്ഞാണ്. അപ്പോൾ കോഹ്ലിയുടെ കൂട്ടാനുള്ള തന്ത്രം പാകിസ്ഥാനിൽ ഇപ്പോൾ തന്നെ ഉണ്ടാവും. അതിൽ എങ്ങനെ മറികടക്കുന്നതിൽ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പാകിസ്ഥാനിലെ ലെഗ് സ്പിന്നർ അബ്രാർ റഹ്മാൻ ഉണ്ടല്ലോ, അദ്ദേഹം നാളത്തെ കളിയിൽ ഒരു ക്രൂഷ്യലായിരിക്കും തോന്നില്ലേ? തീർച്ചയായിട്ടും അതെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ഓവറിന് ശേഷം അല്ലെങ്കിൽ 10 ഓവറിന് ശേഷം എന്നാണ് വെച്ചാലും സ്വയമായിട്ട് പാകിസ്ഥാൻ സ്പിൻ ബോളർമാരെ ഇറങ്ങും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ യുഎയിലെ പിച്ച് വെച്ച് ദുബായിലാണ് മത്സരം നടക്കുന്നത്. ദുബായിലെ പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ച് സ്പിന്നർമാരെ കൊണ്ടുവരും. അവർ കളിച്ച് പരിചയമുള്ള പിച്ചാണ്. എങ്ങനെ സ്പിന്നിനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അവിടുത്തെ പിച്ചുകളിൽ. പക്ഷേ ഇന്ത്യക്ക് അവിടെ വെല്ലുവിളിയാണ്. യുവരാജ് പറഞ്ഞാൽ വെല്ലുവിളിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ദുബായിലെ പിച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ പിച്ചാണ് സ്വാഭാവികമായിട്ടും. ഇപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ സ്പിന്നർമാരെ നേരിടുന്ന കാര്യത്തിലും പരിചയക്കുറവുണ്ട്. ഇവരുടെ ബോളിംഗ് അറിയില്ല. ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ വളരെ ചുരുക്കമാണ് നടന്നിട്ടില്ല. ഇവരെ ആരും അറിയില്ല നടക്കുന്നുള്ളൂ. അല്ലാതെ ഈ പാക് ബോളർമാരെ പരിചയമില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ഗില്ലിനെ പോലുള്ളവരൊക്കെ എത്രത്തോളം പിടിച്ചിരിക്കുന്നതിന് സംശയമുണ്ട്. ഇപ്പം എന്തായാലും നമ്മൾ പറയുമ്പോൾ ദുബായിലെ പിച്ചിൽ ഇപ്പം ദുബായിൽ ഇന്ത്യ പരിശീലനത്തിൽ ഏർപ്പെടുന്നത് ഈ സ്പിന്നെ കളിക്കാൻ തന്നെ ആയിരിക്കാം. സ്പിന്ന് മാത്രമേ അവിടെ കളിക്കാനുള്ളൂ. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ സ്പിന്നെ തുറക്കുന്ന പിച്ചിൽ പാകിസ്ഥാൻ്റെ തീകുണ്ട വെടികൾ ബോളുകൾ വന്നിട്ട് വലിയ വിപ്ലവം ഉണ്ടാക്കാന്ന് പോകുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം കാണേണ്ടതുണ്ട് ഈ ദുബായിലുള്ള ആദ്യ മത്സരത്തിൽ ഷമിയാണ് 5 വിക്കറ്റ് എടുത്തത്. സ്പിന്നെ പിണക്കം വെച്ചിൽ 5 വിക്കറ്റ് ഷമിക്ക് എടുത്തിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഹാരിസ് റൌഫിനും ഷഹീൻ അഫ്രീദിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നതിൽ കാത്തിരുന്ന് കാണുന്നുണ്ട്. ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ തകർന്നാൽ ഇന്ത്യക്ക് ഇപ്പം ബാറ്റിങ്ങിൽ ഡെപ്താണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ പറയുന്നത്. ഗില്ലും രോഹിത്തും ഇറങ്ങിക്കഴിഞ്ഞ് രണ്ട് നല്ല ഫോമിലുള്ള ബാറ്റ്സ്മാനാണ്. ഗില്ല് കഴിഞ്ഞ 4 മത്സരങ്ങളിൽ 2 സെഞ്ചുറി 2 50 ആയിട്ട് തകർത്തടിക്കുന്ന ഒരു താരമാണ്. അത് രോഹിത്തും ഫോമിലേക്ക് ഉണ്ട്. അതിനുശേഷം കോഹ്ലി വന്നു. കോഹ്ലിയുടെ നമ്മൾ പറഞ്ഞ ലെഗ് സ്പിന്നറിൽ കുടുങ്ങി വീണാൽ തന്നെ ശ്രേയസ് അയ്യർ 2, അക്ഷർ പട്ടേലാണ് ഇറക്കുന്നത്. അക്ഷർ പട്ടേൽ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. അതിനുശേഷം KL രാഹുലുണ്ട്, ഹർദിക് പാണ്ഡ്യയുണ്ട്, രവീന്ദ്ര ജഡേജയുണ്ട്. ഇത്രയും താരങ്ങൾ ഇന്ത്യക്കുണ്ട്. അപ്പം ഈ ഒരു ഓർഡറിനെ മറികടക്കാൻ പാകിസ്ഥാന് പറ്റുമെന്നില്ല അറിയേണ്ടത്. ഇപ്പം ഇന്ത്യ പറഞ്ഞാൽ തന്നെ ഇന്ത്യ ഒരു 250 റൺ എടുക്കാൻ വേണ്ടി പറ്റിയാൽ ഫസ്റ്റ് വരികയാണെങ്കിൽ പാകിസ്ഥാനെ നമ്മുടെ സ്പിന്നേഴ്സ് വെച്ചിട്ട് പിടിച്ചിടാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് പാകിസ്ഥാനാണ് 250 എത്തുന്നെങ്കിൽ 250 എനിക്ക് പ്രതീക്ഷയില്ല. പാകിസ്ഥാനാണ് ബാറ്റ് ഫസ്റ്റ് വരികയെങ്കിൽ 220-200 റേഞ്ചിൽ തന്നെ ഒതുങ്ങുന്നതാണ് ഞാൻ കരുതുന്നത്. അതിലേക്ക് വന്നാൽ നമുക്ക് ഈ ഒരു ബാറ്റിംഗ് നിരക്ക് കൊണ്ട് നമുക്ക് റൺ ഇടാൻ വേണ്ടി പറ്റും. അങ്ങനെ വരുമ്പം ഇന്ത്യക്ക് മാനസികമായിട്ട് ഈ പറഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൻ്റെ ഫലത്തിന് വെച്ച് നോക്കുമ്പോൾ മാനസിക ആധിപത്യമുണ്ട്. പാകിസ്ഥാനുള്ള ആധിപത്യം എന്ന് പറയുന്നത് ആ പിച്ചിനുള്ള പരിചയം മാത്രമാണ്. ഇന്ന് നിലവിലെ മത്സരത്തിൻ്റെ സമ്മർദ്ദമുണ്ട്. തോറ്റൽ പുറത്തു പോകുന്നതിൽ ആശങ്കയുണ്ട്. ഈ ആതിഥേയരായ രാജ്യം 96-ന് ശേഷം ഒരു ICC ടൂർണമെൻറ്റ് പാകിസ്ഥാൻ നടക്കുന്നു. അതിൽ ആദ്യ റൗണ്ടിൽ തന്നെ 2 മത്സരങ്ങളും തോറ്റ് പുറത്തു പോകുന്നു. ആ രണ്ടാമത്തെ മത്സരം എന്ന് പറയുന്നത് ഇന്ത്യയോടുള്ള തോൽവിയും കൂടി ആകുമ്പോൾ പാകിസ്ഥാൻ്റെ ക്രിക്കറ്റിൻ്റെ വീണ്ടും മത്സരങ്ങളിലേക്ക് പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അത് ആ ഒരു സമ്മർദ്ദങ്ങളൊക്കെ എന്തായാലും റിസ്വാൻ സംഘത്തിന് ഉണ്ടാവും. അതൊക്കെ മറികടക്കുന്നത് വലിയൊരു കടമ്പയാണുള്ളത്. എങ്ങനെ നേരിടുന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്.
നന്ദി.